നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രൈസ്തവർ വെളിച്ചത്തിന്റെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254-ാം കമ്പടി തിരുനാളിന്റെ ഭാഗമായി കാരുണ്യ ദിനാചരണവും ദർശന തിരുനാളിന്റെ കൊടിയേറ്റവും നടന്നു. കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ ദനഹ പെരുന്നാളിന് ഒരുക്കങ്ങളായി. എരമംഗലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് വെളിയങ്കോട് നരണിപ്പുഴ സ്വദേശി 36 വയസ്സുള്ള വലിയ പറമ്പിൽ റാഷീദ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരകത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി നടത്തുന്ന പിള്ളേര് താലപ്പൊലി ശനിയാഴ്ച. ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും ദർശനത്തിന് നിയന്ത്രണങ്ങളുണ്ടാകും. കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. അപകട സാധ്യത ഉയർത്തി കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേ റോഡ്. വലിയ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമാകുന്നു. അധികൃതർ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. ദേവാലയങ്ങൾക്കും വീടുകൾക്കും മുന്നിൽ പിണ്ടിയിൽ ദീപാലങ്കാരം ഒരുക്കിയും വഴിയോരങ്ങൾ അലങ്കരിച്ചും ദനഹ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ദനഹയെ വരവേൽക്കുന്നത്. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളത്ത് പടിഞ്ഞാറങ്ങാടി, വാലിപ്പറമ്പ്, വൈശ്ശേരി, മതിൽപ്പുറം, ചിറളയം, അഞ്ചങ്ങാടി, തെക്കേ അങ്ങാടി, മിഷനങ്ങാടി, കുന്നത്തങ്ങാടി, കിഴക്കേ അങ്ങാടി, സ്റ്റാർ കോർണർ എന്നിടങ്ങളിലാണ് പ്രധാനമായ ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ വഴിയോരങ്ങളെല്ലാം അലങ്കാര വിളക്കുകൾ തെളിയിച്ച് പ്രകാശപൂരിതമായി. വീടുകൾക്ക് മുന്നിലും പ്രധാന സെന്ററുകളിലും വാഴപ്പിണ്ടികളിൽ ദീപങ്ങൾ തെളിയിച്ചു. വാദ്യമേളങ്ങളും വിവിധ കമ്മിറ്റികളും പെരുന്നാളിനെ വരവേൽക്കുന്നുണ്ട്. ദീപക്കാഴ്ചകളുമായി കുന്നംകുളത്ത് അങ്ങാടികളിൽ ദനഹ പെരുന്നാൾ ആഘോഷം വർണ്ണവമായി തുടക്കം. വീടുകളിലും ആരാധനാലയങ്ങളിലും ദീപാലങ്കാരങ്ങൾ ഒരുക്കിയാണ് അങ്ങാടിയിൽ പിണ്ടി പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശ്വാസികൾ വീടുകൾക്ക് മുന്നിൽ പിണ്ടി കുത്തി ചിരാതുകൾ, ദീപങ്ങളും മെഴുകുതിരികളും തെളിയിച്ചു വെച്ചു. വൈദ്യുത ദീപങ്ങളാൽ മനോഹരമാക്കിയാണ് വീടുകളും വീഥികളും അലങ്കരിച്ചിരിക്കുന്നത്. മേഖലയിലെ ആരാധനാലയങ്ങളും ആഘോഷത്തിൽ ദീപാലങ്കൃതമായിരുന്നു. നിറശോഭ പകരുന്ന പൂത്തിരികളും പടക്കങ്ങളോടുമാണ് പെരുന്നാൾ ആഘോഷം വർണ്ണക്കാഴ്ചയായി മാറുന്നത്. ദേവാലയങ്ങളിൽ ദനഹ പെരുന്നാൾ ശുശ്രൂഷകളുമുണ്ടായി. അങ്ങാടികളിലെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254-ാമത് കമ്പടി തിരുനാളിന്റെ ഭാഗമായി കാരുണ്യ ദിനാചരണവും ദർശന തിരുനാളിന്റെ കൊടിയേറ്റവും നടന്നു. വൈകിട്ട് 5-ന് ആശീർവാദത്തിന് ശേഷം നടന്ന ദിവ്യബലിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികത്വം വഹിച്ചു. ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം പ്രദക്ഷിണവും നടന്നു. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയം മരണത്തെ പുൽകിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സ്മരണയിൽ പ്രസുതേന്തി വരവേൽപ്പിനെ തുടർന്ന് ദർശന തിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. ഫാദർ ഷാജു ഊക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മാനത്ത് മഴവിൽ ചാരുത പകർന്ന നയനമനോഹരമായ പൂത്തിരി നിലാവും ചിറ്റാട്ടുകര പാരിഷ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൾട്ടി ബാൻഡ് ഫ്യൂഷനും ഡാൻസും അരങ്ങേറി. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, കൈക്കാരന്മാരായ PV പിയൂസ്, PK ആന്റണി, ലിയോ ജോസഫ്, ജനറൽ കൺവീനർ PC ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. തിരുനാൾ ആഘോഷം മഹത്തരമാകുന്നത് മഹനീയമായ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് VM സുധീരൻ പറഞ്ഞു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254-ാം കമ്പടി തിരുനാളിന്റെ ഭാഗമായി നടത്തുന്ന വിവാഹ സഹായ പദ്ധതിയുടെയും പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെയും ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ആഘോഷങ്ങൾക്ക് ചിലവാക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കുന്നതാണ് ചിറ്റാട്ടുകര പള്ളിയുടെ കമ്പടി തിരുനാളിനെ മറ്റു ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആലംബമറ്റവരെയും രോഗികളെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ഹൃദയങ്ങളിലും സന്തോഷം നിറയ്ക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോഴൊക്കെ എന്നും എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള മണ്ണാണ് ചിറ്റാട്ടുകര. ഞാൻ കാണുന്നൊരു പ്രത്യേകത, ആഘോഷം പരിമിതപ്പെടുത്തി ആഘോഷത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ഇവിടെ 100 പേർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് സഹായധനം നൽകുന്നു. അവരുടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ അവർ മനുഷ്യപുത്രന്മാരാണ് എന്നൊരു
ഒറ്റ കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് വിവാഹ സഹായ പദ്ധതിയുടെയും പെൻഷൻ പദ്ധതിയുടെയും ഫണ്ട് ജീവൻ ജോയിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ സുധീരൻ കാരുണ്യ കമ്മിറ്റി കൺവീനർ ജസ്റ്റിൻ ഫ്രാൻസിസിന് കൈമാറി. ഇടവകാംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച 15 ലക്ഷത്തിൽ പരം രൂപ വിവാഹ ധനസഹായമായും ചികിത്സാ സഹായമായും നാനാജാതി മതസ്ഥർക്കാണ് കൈമാറുന്നത്. ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ, ഇടവക സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ഫാദർ ആന്റണി കണ്ണനായ്ക്കൽ, പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ചെയർമാൻ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, കൺവീനർമാരായ ജസ്റ്റിൻ ഫ്രാൻസിസ്, ജസ്റ്റിൻ തോമസ്, AD സാജു, KC വിനോയ്, KV ജോഷി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ ദനഹ പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. ഇന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും പ്രദക്ഷിണവും നടന്നു. നാളെ രാവിലെ പ്രഭാത നമസ്കാരം, ദനഹ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, നേർച്ച വിളമ്പൽ എന്നിവ ഉണ്ടാകും. വൈകിട്ട് 5 മണിക്ക് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കും. പെരുന്നാളിന് യോഹനാൻ കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ഗീവർഗീസ് തോളത്ത്, കൈസ്ഥാനി MG ജോൺസൺ, സെക്രട്ടറി ബിജു ജോൺ എന്നിവർ നേതൃത്വം നൽകും. മറ്റു വാർത്തകൾ. എരമംഗലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെളിയങ്കോട് നരണിപ്പുഴ സ്വദേശി 36 വയസ്സുള്ള വലിയ പറമ്പിൽ റാഷിദാണ് മരിച്ചത്. പൊന്നാനി ആൾത്തറ പാതയിൽ എരമംഗലം KMM ഓഡിറ്റോറിയത്തിന് സമീപത്ത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം. റാഷിദിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ തെക്കേപ്പുറത്ത് 21 വയസ്സുള്ള ഷംസീറിനെ KMM ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് കടലിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യാത്ര നടത്തിയ ഉല്ലാസ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. പിഴ ചുമത്തി. ഏങ്ങണ്ടൂർ സ്വദേശി നാരായണദാസിന്റെ ഉടമസ്ഥതയിലുള്ള ഓസ്ട്രിച്ച് ക്രൂയിസ് എന്ന പേരിലുള്ള ഇരുനില ഉല്ലാസ ബോട്ടാണ് പിടികൂടിയത്. സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ ആടിയുലഞ്ഞ് അപകടകരമായ രീതിയിൽ കടലിലൂടെ നീങ്ങുന്ന ഉല്ലാസ നൗക ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചിരുന്നു. അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയിരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സാറ്റലൈറ്റ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ നൗകയെ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ ഹെലികോപ്റ്റർ എത്തി പരിശോധിച്ചിരുന്നു. സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ED ലിസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരായ ഷിനിൽകുമാർ ER, പ്രശാന്ത് കുമാർ VN, ഷൈബു VM, സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഷെഫീഖ്, പ്രമോദ്, ബോട്ട് സ്രാഗ് റഷീദ്, ഡ്രൈവർ അഷ്റഫ് KM എന്നിവർ ഉണ്ടായി. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി KV അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കേച്ചേരി മഴുവഞ്ചേരി ത്രിവേണി ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന്റെ പിൻവശത്ത് അതേ ദിശയിൽ നിന്ന് വന്നിരുന്ന തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന പുതുമന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന്റെ പുറകുവശവും സ്വകാര്യ ബസിന്റെ മുൻവശവും തകർന്നു. അമിത വേഗതയിലായിരുന്ന സ്വകാര്യ ബസ് അശ്രദ്ധമായി ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ശബരിമല തീർത്ഥാടകരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കിയ ശേഷമാണ് മേഖലയിലെ ഗതാഗത തടസ്സം പരിഹരിക്കപ്പെട്ടത്. കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. അപകട സാധ്യത ഉയർത്തി കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേ റോഡ്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്നും തിരിയുന്ന വൺവേയിലാണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ റോഡ് തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടത്. ദീർഘദൂര സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന നഗരത്തിലെ പ്രധാന വൺവേ റോഡാണിത്. വെള്ളപ്പാച്ചിലിനെ തുടർന്ന് തകർന്ന റോഡിന്റെ പല ഭാഗങ്ങളും ഉയർന്നും താഴ്ന്നുമിരിക്കെ ഇതിലൂടെ വാഹനയാത്ര സാഹസികമായിരിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രികർക്ക് കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവാണെന്നും പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം ശക്തിയായി വരുന്ന സമയങ്ങളിൽ കടകളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവാണെന്നും വ്യാപാരികൾ പറയുന്നു. റോഡിന്റെ തകർച്ച മൂലം പലപ്പോഴും ഗതാഗത കുരുക്കും രൂക്ഷമാകാറുണ്ട്. രാത്രികാലങ്ങളിൽ ഈ വഴി വരുന്ന ഇരുചക്രവാഹന യാത്രികരാണ് കുഴികൾ കാണാതെ അപകടത്തിൽപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചില ടൂ വീലർ യാത്രക്കാരൊക്കെ പെട്ടെന്ന് ഇന്നലെ തന്നെ ഒരു സ്ത്രീ വീഴേണ്ടതായിരുന്നു. പെട്ടെന്ന് വന്നിട്ടുള്ള കുഴിയാകുമ്പോഴേ അവിടെയൊക്കെ നല്ല റോഡ് പെട്ടെന്ന് വന്ന് കുഴിയുമ്പോൾ പെട്ടെന്ന് വീഴേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ ചെറിയ വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് അടിക്കുകയാണ്. ഇതിപ്പോൾ ഈ റോഡ് നാശമായത് തന്നെ ഈ വെള്ളം പോയതുകൊണ്ടാണ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ റോഡ് നാശമായത് തന്നെ. അത് അന്ന് തന്നെ അവർ വാട്ടർ അതോറിറ്റി ഇത് ശരിയാക്കുകയാണെങ്കിൽ ഈ ഇത്രയും കുഴി വന്നിരുന്നില്ല. CCTV ന്യൂസ്, കുന്നംകുളം.
വേലൂർ വെങ്ങലശ്ശേരിയിൽ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന 2 ബൈക്കുകൾ കത്തിനശിച്ചു. ഷെഡും പൂർണ്ണമായി കത്തിനശിച്ചു. വെങ്ങലശ്ശേരി വട്ടംപറമ്പിൽ സുനിലിന്റെ പൾസർ ബൈക്കും സുസുക്കി ആക്സിസ് സ്കൂട്ടറുമാണ് കത്തിയത്. പുലർച്ചെ 3 മണിയോടെ ശബ്ദം കേട്ട് സുനിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത്. ഏറെ പരിശ്രമത്തിന് ശേഷം തീയണച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ 3 മണിക്കാണ് ഇത് കണ്ടത്. വേണ്ടി എനിക്ക് വന്നപ്പോഴാണ് തീ കത്തറ കണ്ടത്. എല്ലാവരും ഇരുന്ന് കിടത്തി. ആൾക്കാർ സംശയമൊന്നുമില്ല. അങ്ങനെ അത്ര സംശയപ്പെടാനായിട്ടുള്ളത് കാണാനൊന്നുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരകത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി നടത്തുന്ന പിള്ളേര് താലപ്പൊലി ശനിയാഴ്ച നടക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും ദർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. രാവിലെ ദേവീ സന്നിധിയിൽ നാഗസുര കച്ചേരിയും പഞ്ചമദളക്കേളിയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ ദേവി പുറത്തേക്ക് എഴുന്നള്ളും. പതിവ് പൂജകൾ നേരത്തെ പൂർത്തിയാക്കി നട അടച്ച ശേഷമാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. 11:30-ന് നടയടച്ചാൽ 3:30-ക്കു ശേഷമേ തുറക്കൂ. ഈ സമയത്ത് ചോറൂൺ, തുലാഭാരം, വിവാഹം, വാഹനപൂജ എന്നിവ നടത്താനാകില്ല. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും. പഞ്ചവാദ്യത്തിനു ശേഷം തിരുവല്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് എന്നിവർ മേളം നയിക്കും. 2:30-യോടെ മേളം അവസാനിച്ചാൽ ഏറ്റവും പ്രധാന ചടങ്ങായ നടക്കൽ പറയാണ്. 1200-ഓളം നിറപറകളാണ് ഇക്കുറി ഒരുക്കുന്നത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളുമുണ്ടാകും. രാത്രിയും ശ്രീകോവിൽ നേരത്തെ അടയ്ക്കും. പൂജകൾ നേരത്തെ പൂർത്തിയാക്കി 9:30-ന് നട അടയ്ക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. അഞ്ഞൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികനെ പരിക്കേറ്റു. ഗുരുവായൂർ സ്വദേശി 22 വയസ്സുള്ള അബ്ദുൾ വദൂറിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും അഞ്ഞൂർ റോഡിൽ നിന്ന് ചെറുവത്താൻ റോഡിലേക്ക് തിരിയുകയായിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാലിനുൾപ്പെടെ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയാഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായിട്ടാണ് ദേവാലയത്തിൽ വിശുദ്ധരായ മറിയം ത്രേസ്യയുടെയും സെബാസ്ത്യാനോസിന്റെയും അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ചൂണ്ടൽ സാൻതോം ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികനായി പാട്ടുകുർബാനയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും സനോജ് അറങ്ങാശ്ശേരി നിർവഹിച്ചു. KCYM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തമ്പോലം അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് 6-ന് ഇടവക വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയും ഉണ്ടാകും. വൈകിട്ട് 7-ന് തിരുനാൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാസ് ആൻഡ് ന്യൂ മാഹഫിൽ ഡിജിറ്റൽ ഓർക്കസ്ട്രയുടെ മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും. മുൻ വികാരി ഫാദർ ആന്റണി തെക്കിനിയത്ത് മുഖ്യ കാർമ്മികനാകും. തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും. യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എന്നിവ പ്രദക്ഷിണമായി രാത്രി 9:20 മുതൽ പള്ളിയിലെത്തി സമാപിക്കും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ, കൈക്കാരന്മാരായ ഡേവിഡ് അതിയുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. വീടിന്റെ പെയിന്റിംഗ് ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന വേലൂർ സ്വദേശി മരിച്ചു. തണ്ടിലം പടിഞ്ഞാറ്റുമുറി മമ്പറമ്പിൽ വീട്ടിൽ രാജനാണ് അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 63 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പെയിന്റിംഗ് തൊഴിലാളിയായ രാജന് ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് സഹപ്രവർത്തകരും മറ്റും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയ്ക്കിടെയാണ് മരണം സംഭവിച്ചത്. ഷൈനി ഭാര്യയും റോഷ്നി, രേഷ്മ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നാളെ നടക്കും. ഗുരുവായൂർ മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞം അഭിഷേകം ദർശിക്കുവാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. യജ്ഞത്തിന്റെ 5-ാം ദിവസമായി ഇന്ന് ചേന്ന സതീശൻ നമ്പൂതിരിപ്പാട് ശ്രീരുദ്രമന്ത്രത്താൽ ചൈതന്യമാക്കിയ ജീവകലശങ്ങൾ മഹാദേവനെ അഭിഷേകം ചെയ്തു. ഇതുവരെയായി 55 കലശങ്ങളാണ് മഹാദേവനെ അഭിഷേകം ചെയ്തത്. അഭിഷേകം ദർശിക്കുവാനും നാഗപ്പാട്ട് ശ്രവിക്കുവാനും നാവോർപ്പാട്ട് നടത്തുവാനും വൻ ഭക്തജന തിരക്കാണ് ദൃശ്യമായത്. ഭഗവത്ഗീതയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രഭാഷണം നടത്തി. യജ്ഞം 11-ന് സമാപിക്കും. അജൈവ മാലിന്യ ശേഖരണം സുഗമമാക്കാൻ ഹരിതകർമ്മസേനയ്ക്ക് മാറഞ്ചേരി പഞ്ചായത്ത് ഇലക്ട്രിക് വാഹനം നൽകി. പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ 5,17,000 രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഹരിതസേനാംഗങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു.
മെമ്പർമാരായ ഹിളർ കാഞ്ഞിരമുക്ക്, നിഷാദ് അബൂബക്കർ, പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സജു പ്രകാശ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു. IRTC അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ് തൈപ്പറമ്പിൽ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ നന്ദിയും പറഞ്ഞു. ഹരിതകർമ്മസേന വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ കൃത്യസമയത്ത് പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ എത്തിക്കുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഇലക്ട്രിക് വാഹനം സഹായകരമാകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. കേച്ചേരി തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമം നടന്നു. വെള്ളിയാഴ്ച രാവിലെ സൗന്ദര്യലഹരി എന്ന മഹത് ഗ്രന്ഥം പാരായണം ചെയ്ത് ദേവിക്ക് സമർപ്പിച്ചു. യജ്ഞാചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി സ്വാമിയുടെ ജനുവരി മാസത്തിലെ ക്ഷേത്ര സന്ദർശനത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ നിർവഹിച്ചു. തന്ത്രി താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി പ്രമോദ് ഗായത്രി, ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, ട്രഷറർ PV അനിരുദ്ധൻ, ഓഫീസ് ഇൻചാർജ് ഉണ്ണി നായർ, കഴകം രത്ന സിദ്ധാർത്ഥൻ, റാഫി ചാഴൂർ, ഓമന യമ്മ, ഭാനുമതിയമ്മ, ഉഷ വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ആധ്യാത്മിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ദേവിയുടെ പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദത്തിന്റെ വിതരണവും നടന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദേവസഭ കുന്നംകുളം സെന്ററിന്റെ 48ാമത് കൺവെൻഷൻ തുടക്കമായി. ജനുവരി 4 മുതൽ 7 വരെ പോർക്കുളം IPC റഹബോത്ത് നഗറിൽ വൈകിട്ട് 6 മുതൽ 9 മണി വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. 4 വൈകിട്ട് 6 മണിക്ക് കുന്നംകുളം സെന്റർ കൊയറിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൺവെൻഷൻ IPC കുന്നംകുളം സെന്റർ പ്രസിഡന്റ് പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ KJ ജോൺ അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ KJ തോമസ് കുമളി ദൈവവചന സന്ദേശം നൽകി. സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ, സെക്രട്ടറി പാസ്റ്റർ വിനോദ് ഭാസ്കർ, ജോയിന്റ് സെക്രട്ടറി ബ്രദർ PK ദേവസി, ട്രഷറർ ബ്രദർ TK ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CI കൊച്ചുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കുന്നംകുളം സെന്റർ കൺവെൻഷനിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പാസ്റ്റർമാരായ ജെയിംസ് ജോർജ് പത്തനാപുരം, പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറ, എബ്രഹാം ജോർജ് ആലപ്പുഴ, ജേക്കബ് മാത്യു തൊടുപുഴ എന്നിവർ ദൈവവചന പ്രഘോഷണം നടത്തും. ജനുവരി 7 രാവിലെ 9 മണിക്ക് IPC കുന്നംകുളം സെന്ററിലെ സഭകളുടെ സംയുക്ത ആരാധനയും വൈകിട്ട് 2:30 മുതൽ പുത്രിക സംഘടനകളായ PYPA, സൺഡേ സ്കൂൾ എന്നിവയുടെ വാർഷിക സമ്മേളനങ്ങളോടുകൂടി കൺവെൻഷൻ സമാപിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണമെന്ന സന്ദേശവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. 6 വൈകിട്ട് കാട്ടകമ്പാൽ YMC ഹാളിൽ ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തൃശൂർ സെന്റ് തോമസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഡോക്ടർ മിജു മാത്യു ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം മേഖലാ പ്രസിഡന്റ് A. ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് നടക്കുന്ന ശാസ്ത്ര സദസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെല്ലും പതിരും എന്നതിൽ ഡോക്ടർ ബിജു M. മാത്യു വിഷയാവതരണം നിർവഹിക്കും. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. 1 വർഷം നീണ്ടുനിൽക്കുന്ന കലാസാംസ്കാരിക പരിപാടികളും വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളുമാണ് 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുക. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് അംഗം CD സൈമൺ, സ്കൂൾ ഹെഡ് മാസ്റ്റർ MB രത്നകുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് G സോണി, PTA പ്രസിഡന്റ് KK രാജൻ, SMC ചെയർമാൻ TD ദയൻ, MPTA പ്രസിഡന്റ് ഷജീന നാസർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KA മോഹനൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക കലാപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ചെയർമാനായി ഡോക്ടർ VK വിജയനെയും ജനറൽ കൺവീനറായി G സോണിയെയും ട്രഷററായി PM ഡെന്നിച്ചിനെയും തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, വേലൂർ. കുന്നംകുളം ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാകായിക ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK ഷിനു അധ്യക്ഷത വഹിച്ചു. കറസ്പോണ്ടന്റ് മാനേജർ OA രവീന്ദ്രൻ, കണ്ണൻ, ശ്രീകുമാർ, സന്തോഷ്, ഷീബ, സതീഷ്, ബിജു, സൈമൺ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ സ്മിത ശങ്കർ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് MP ആയിഷ നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ട്രോഫികൾ സ്പോൺസർ ചെയ്തത്. മോദിയെ അനുകരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നതെന്ന് VM സുധീരൻ. UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയും പിണറായിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. മോദി വർഗീയ ഫാസിസം കൈകാര്യം ചെയ്യുമ്പോൾ പിണറായി രാഷ്ട്രീയ ഫാസിസമാണ് നടപ്പിലാക്കുന്നത്.
UDF തുടങ്ങിവെച്ച മദ്യനിരോധന പ്രവർത്തനങ്ങൾ കാറ്റിൽ പറത്തി ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് LDF സർക്കാർ നടത്തുന്നത്. ജനങ്ങളുടെ സമ്പാദ്യം ചോരുകയും അപകടങ്ങളും അക്രമങ്ങളും പെരുകുകയും ചെയ്യുകയാണ്. കൊട്ടിഘോഷിച്ച് നടന്ന കേരള സദസ്സ് അവസാനിച്ചപ്പോൾ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം 8 ലക്ഷത്തിൽ നിന്നും 16 ലക്ഷമായി ഉയർന്നതായും സുധീരൻ വ്യക്തമാക്കി. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിനെ, ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. ആ സർക്കാരിനെതിരെയുള്ള ജനവികാരം ശക്തിപ്പെട്ടിരിക്കുന്നു. ഏതോ PR വിദഗ്ധന്മാർ ശുപാർശ ചെയ്തതനുസരിച്ച് ഒരു മെഗാ PR വർക്ക്, പബ്ലിക് റിലേഷൻ വർക്ക് എന്ന നിലയിൽ അത് ആരംഭിക്കാനും മുന്നോട്ട് പോകാനും ബഹുമാന്യനായ പിണറായി തയ്യാറായി. പൂവത്തൂർ സെന്ററിൽ നടന്ന വിചാരണ സദസ്സിൽ UDF നിയോജക മണ്ഡലം കൺവീനർ KK ബാബു അധ്യക്ഷനായി. TN പ്രതാപൻ MP, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, PA മാധവൻ, CH റഷീദ്, CV കുര്യാക്കോസ്, O അബ്ദുറഹ്മാൻ കുട്ടി, CC ശ്രീകുമാർ, അനിൽ അക്കര, KR ഗിരിജൻ, PRN നമ്പീശൻ, B വേണുഗോപാൽ, PK രാജൻ, CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഊരകം ശാന്തിമോഹൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ നടന്ന ക്യാമ്പ് ACP KG സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ സ്കാനിംഗ്, രക്തപരിശോധന അടക്കമുള്ള പരിശോധനകളുണ്ടായി. ക്യാമ്പ് ശനിയാഴ്ചയും തുടരും. ഡോക്ടർമാരായ KS ശില്പ, TL സുനിൽകുമാർ, ജോണി പൗലോസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കടങ്ങോട് പഞ്ചായത്ത് നേതൃത്വത്തിൽ മരത്തങ്കോട് വാട്ടർ ATM യാഥാർത്ഥ്യമാക്കി. ഇനി നാണയമിട്ടാൽ ഏത് സമയവും ശുദ്ധജലം ആവശ്യക്കാർക്ക് ലഭിക്കും. പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടിവെള്ള ATM. 1 രൂപ കോയിനിട്ടാൽ 1 ലിറ്റർ തണുത്ത വെള്ളവും 5 രൂപ കോയിനിട്ടാൽ 5 ലിറ്റർ വെള്ളവും ഏത് സമയവും ലഭ്യമാക്കുന്ന രീതിയിലാണ് വാട്ടർ ATM രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായാണ് കുടിവെള്ള ATM സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ കുടിവെള്ള ATM ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണസമിതിയുടെ 36 മാസം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും 36 പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഡിസംബർ 18 മുതൽ 2024 ജനുവരി 30 വരെ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TP ലോറൻസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നീന രമേശ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയ്ക്കായി മനോഹരമായ ചിത്രം വരച്ചു നൽകി ആരാധകനായ ഡിസൈനർ. കുന്നംകുളം സ്വദേശി ഉമേഷാണ് മനോഹരമായ ചിത്രം കളക്ടർക്കായി നൽകിയത്. മേഖലയിൽ കളക്ടർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഉമേഷ് ഉണ്ടാകാറുണ്ട്. ഒന്ന് കാണണം, പറ്റുമെങ്കിൽ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമേയുള്ളൂ ഈ യുവാവിന്. ഈ അടുത്താണ് കൃഷ്ണതേജയുടെ ചിത്രം തീർത്ത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണമെന്ന മോഹമുദിച്ചത്. തന്റെ പണിയായുധങ്ങളായ സോഫ്റ്റ്വെയർ ഇല്ലുസ്ട്രേറ്ററിൽ തന്നെ ചിത്രം വരച്ച് അയച്ചു കൊടുത്തു. ഇതിന് നന്ദി അറിയിച്ചതോടെ ആ ചിത്രം ഫ്രെയിം ചെയ്ത് നൽകണമെന്നായി ആഗ്രഹം. ഇതിനായി കളക്ടറുടെ സമയം അനുവദിച്ചു കിട്ടി. രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടറുടെ ചേംബറിലെത്തി അദ്ദേഹത്തിന് ഉമേഷ് ഫ്രെയിം ചെയ്ത ഫോട്ടോ കൈമാറി. ഏറെ ആത്മസംതൃപ്തിയോടെ വലിയ സന്തോഷത്തോടെ ഉമേഷിന് നന്ദി പറഞ്ഞ കളക്ടർ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഭാവി ജീവിതത്തിന് ആശംസകളും അറിയിച്ചാണ് മടക്കിയത്. കഴിഞ്ഞ 8 വർഷത്തോളമായി ഡിസൈനിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയാണ് പുതുശ്ശേരി സ്വദേശി കൂടിയായ ഉമേഷ്. CCTV ന്യൂസ്, കുന്നംകുളം. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച വോളിബോൾ കോർട്ടും കബഡി കോർട്ടും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, KT ഷാജൻ, ബബിത ഫിലോ, ഷീജ സുഗതൻ, മിൻഡോ റെനി, സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, PTA പ്രസിഡന്റ് PM അലി എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് കോർട്ടുകൾ രണ്ടും നിർമ്മിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സമ്മേളനത്തിൽ ആദരിച്ചു. 6, 9 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോർട്ടുകൾ സജ്ജമാക്കിയത്. 96 തൊഴിൽ ദിനങ്ങൾ കൊണ്ട് 3 ലക്ഷം രൂപ ചെലവിട്ടാണ് കബഡി കോർട്ട് നിർമ്മിച്ചത്. സ്കൂളിലെ കബഡി താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കാനാണ് കോർട്ട് നിർമ്മിച്ചത്. 5 ലക്ഷം രൂപ ചെലവിലാണ് 70 തൊഴിലാളികൾ ചേർന്ന് വോളിബോൾ കോർട്ട് യാഥാർത്ഥ്യമാക്കിയത്. പഞ്ചായത്ത് അനുവദിച്ച 1 ലക്ഷം രൂപയ്ക്ക് ഫ്ലഡ് ലൈറ്റ് കൂടി സ്ഥാപിച്ചതോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള വോളിബോൾ കോർട്ട് പഴഞ്ഞിക്ക് സ്വന്തമായി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വടക്കേക്കാട് പഞ്ചായത്ത് 10ാം വാർഡിലെ കച്ചേരി ചേറ്റിയാട്ട് പറമ്പ് കോളനിയിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു.
വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷനായി. 2022-2023 സാമ്പത്തിക വർഷത്തെ SC ഫണ്ടിലെ ജില്ലാ പഞ്ചായത്ത് വിഹിതം 10 ലക്ഷവും പഞ്ചായത്ത് വിഹിതം 50,000 രൂപയും ചേർത്ത് സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 142 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. വാർഡ് മെമ്പർ ഷിജില സതീഷ് സ്വാഗതവും CDS അംഗം സുമ സുകുമാരൻ നന്ദിയും പറഞ്ഞു. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് വിദ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA അംഗം നൌഷാദ് സംസാരിച്ചു. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ഷാജഹാൻ കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശാലിനി നന്ദിയും പറഞ്ഞു. സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ജിനി C. ഗീവർ, അധ്യാപകരായ മെജോ, മിഥു, വളണ്ടിയർമാരായ ശിവാനി, റഹീസ് എന്നിവർ നേതൃത്വം നൽകി. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കരൻ പാട്ട് ജനുവരി 6 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ശേഷം രശീതാക്കിയ ഭക്തജനങ്ങൾ 12,008 നാളികേരം എണ്ണിക്കൂട്ടും. ഉച്ചയ്ക്ക് 1 മണിയോടെ കളം കുറിക്കൽ ചടങ്ങ് ആരംഭിക്കും. വൈകിട്ട് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്തേക്ക് മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വാദ്യമേളാഘോഷത്തോടെ ഗജവീരന്റെ പുറത്ത് താലത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവാനെ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കും. നടപ്പുരയിൽ ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണം, കളം പൂജ, കളംപാട്ട് എന്നിവയ്ക്ക് ശേഷം രാത്രി 10:30 നാളികേരം എറിയാൻ ആരംഭിക്കും. അന്നേ ദിവസം വിശേഷാൽ നിവേദ്യമായ ചതുശ്ശത പായസം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. ശേഷം നാളികേരം ഭക്തജനങ്ങൾക്ക് എണ്ണിക്കൂട്ടാനുള്ള അവസരമുണ്ട്. അതിനുശേഷം 3 മണിയോട് കൂടിയിട്ട് പാട്ടിനെ ഏകദേശം 3 മണിക്ക് കളം കുറിക്കൽ ചടങ്ങ് നടക്കും. വിവിധ വാദ്യാഘോഷങ്ങൾക്ക് ശേഷം വൈകിട്ട് 7 മണിയോട് കൂടിയിട്ട് മുല്ലക്കൽ പാട്ടിന് എഴുന്നള്ളിപ്പിന് പുറത്തേക്ക് ഭഗവാൻ എഴുന്നള്ളും. ശേഷം തിരിച്ചെഴുന്നള്ളത്ത് വന്ന് നാളികേരം എറിയൽ ആരംഭിച്ച ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് നാളികേരം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KK സുബിദാസ്, ട്രഷറർ ഭാസ്കർ കുറുപ്പ്, രാജീവ് തറയിൽ, KK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ തെക്കേമട മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങളുടെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹോമങ്ങളും പ്രേത ആവാഹനങ്ങളും നടന്നു. ജൂൺ മാസം 16 സമാപിക്കുന്ന വിധം കർപ്പൂരാദി ദ്രവ്യകലശം നടത്തും. വെള്ളിയാഴ്ച രാവിലെ തൃശൂർ തെക്കേമട മൂപ്പിൽ സ്വാമിയാർക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. തന്ത്രി കീഴ്മണ്ടൂർ നീലകണ്ഠൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. സ്വാമിയാർ മഹാദേവനെ പുഷ്പാഞ്ജലി നടത്തി. സ്വാമിയാർക്ക് കാൽ കഴുകിച്ച് ഊട്ടും വെച്ചു നമസ്കാരവും നടത്തി. ധാരാളം ഭക്തജനങ്ങൾ ദക്ഷിണ നൽകി നമസ്കരിച്ച് അനുഗ്രഹം തേടി. ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. തകർന്ന നരണിപ്പുഴ കുമ്മിപ്പാലം പാടശേഖരത്തിന്റെ ബണ്ട് നിർമ്മാണം ആരംഭിച്ചു. ഒരാഴ്ച മുൻപ് ബണ്ട് തകർന്ന വ്യാപക കൃഷിനാശമുണ്ടായ പാടശേഖരത്താണ് വീണ്ടും കൃഷി ഇറക്കുവാനായി ബണ്ട് നിർമ്മാണം നടത്തുന്നത്. ജനപ്രതിനിധികളുടെയും കർഷകരുടെയും ആവശ്യം ശക്തമായതോടെയാണ് KLDC വിഭാഗത്തിൽ ബണ്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഒലിച്ചുപോയ 75 മീറ്റർ ബണ്ട് പുനർനിർമ്മിക്കുന്നതിനുള്ള ചുവന്ന മണ്ണ് കരാറുകാരൻ എത്തിച്ചു കഴിഞ്ഞു. താഴ്ത്തൽപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് മണ്ണ് എത്തിച്ചിരിക്കുന്നത്. കുമ്മിപ്പാലത്തെ ബണ്ടിന് മുകളിലൂടെയാകും തകർന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് ലോറിയിൽ മണ്ണെത്തിക്കുക. വാഹനം പോകുന്നതിനായി ബണ്ട് ഗതാഗത യോഗ്യമാക്കി. തടികളും മണ്ണും ഉപയോഗിച്ചാകും ബണ്ട് പുനർനിർമ്മിക്കുക. 200 ഏക്കർ വരുന്ന പാടശേഖരമാണ് ബണ്ട് തകർച്ചയിൽ പുറംകോളിൽ നിന്നും നൂറടിത്തോട്ടിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്താൽ മൂടിക്കിടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് KLDC അറിയിച്ചു. ബണ്ടിന്റെ പുനർനിർമ്മാണത്തോടൊപ്പം കൂടുതൽ മോട്ടോറുകൾ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് പാടശേഖര സമിതി ഭാരവാഹികൾ. വേഗത്തിൽ വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. CCTV ന്യൂസ് പുന്നൂർകുളം. കടവല്ലൂരിൽ സ്കൂട്ടിയിൽ പിക്കപ്പ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പുന്നൂർകുളം സ്വദേശിനിയായ ഷഹാനിയയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവല്ലൂർ ഹൈസ്കൂൾ സ്റ്റോപ്പിന് സമീപത്ത് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. കടവല്ലൂർ ഹൈസ്കൂൾ സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന ആദരിയ ലാബ് ജീവനക്കാരിയാണ് പരിക്കേറ്റ യുവതി. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വിരുന്നൂട്ട് ഫുഡ് ഫെസ്റ്റിവൽ ഗ്രാമത്തിന് കരുതലിന്റെ പുതിയ കാഴ്ചയായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പഠിക്കുന്ന മധുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്ക് സ്വന്തമായി അന്തി ഉറങ്ങാൻ വീടെന്ന സ്വപ്നത്തിനായി കൈകോർക്കുകയായിരുന്നു സഹപാഠികൾ.
പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിനു ശേഷം അമ്മയും 2 സഹോദരങ്ങളും വാടക വീട്ടിലാണ് താമസം. വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന ദൌത്യം അധ്യാപകരും വിദ്യാർത്ഥികളും ഇതോടെ ഏറ്റെടുത്തു. തൃത്താല NSS ക്ലസ്റ്ററിലൂടെയാണ് ഭവന പദ്ധതി സ്കൂൾ അധികൃതർ ഏറ്റെടുത്തത്. വീടിനുള്ള തുക കണ്ടെത്താൻ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ മൈതാനത്ത് രുചി വൈവിധ്യങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കി. 8 കൌണ്ടറുകളിലായി വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ സജ്ജമാക്കിയത്. മലബാർ ഉന്നക്കായ, സോഡ സംഭാരം, നെയ്ച്ചോറ്, ഊത്തപ്പം, എണ്ണ പലഹാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കി വിദ്യാർത്ഥികളുടെ ഏറെ ഇഷ്ടമായ പഞ്ഞിമിഠായിയുടെ വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു. 8 ലക്ഷം രൂപ നിർമ്മാണ ചെലവിൽ നിർമ്മിക്കുന്ന വീടിന്റെ അടിത്തറയുടെ പ്രവൃത്തികൾ കഴിഞ്ഞു. തറയിൽ മണ്ണ് നിറയ്ക്കാൻ വിദ്യാർത്ഥികൾ തന്നെ രംഗത്തിറങ്ങി. സ്കൂൾ സബ് ജില്ലാ കലോത്സവം, റവന്യൂ ജില്ലാ സ്പോർട്സ് മേളകളിൽ വിദ്യാർത്ഥികൾ തട്ടുകടയും മറ്റ് സ്റ്റാളുകൾ ഒരുക്കി തുക കണ്ടെത്തിയിരുന്നു. തിങ്കളാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗം NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ പായസമേളയും ഒരുക്കുന്നുണ്ട്. ഇതിനു പുറമെ ബിരിയാണി ചലഞ്ചും നടത്തും. തൃത്താല സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഭവനം. അപ്പോൾ അതിനായിട്ട് 10 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ചാത്തന്നൂർ സ്കൂളിലെ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഭവനം എന്ന പദ്ധതി തുടങ്ങി. അതിൻ്റെ തറപ്പണി കഴിഞ്ഞു. ബേസ്മെൻറ്റ് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 8 ലക്ഷം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാണ്. അപ്പോൾ കുട്ടികളിൽ പല രീതിയിലുള്ള അതിന് ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. സ്കൂളിൽ 4-ാം തീയതി ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് ഒരു പായസ ചലഞ്ച് നടത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മികച്ച സഹകരണം വേണമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ ഷൈൻ പറഞ്ഞു. ഏകദേശം 40 ലക്ഷത്തിലധികം വളണ്ടിയറുള്ള ഒരു പ്രസ്ഥാനമായിട്ട് NSS മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അതും വെറുതെ ഒരു ചെറിയ കാര്യങ്ങളായ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഭവനം പദ്ധതി. ഫുഡ് ഫെസ്റ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ TR ഷെറീന, വാർഡ് മെമ്പർ D പ്രേമ, സ്കൂൾ പ്രധാനാധ്യാപിക ഉണ്ണികൃഷ്ണൻ, PTA അംഗം PM മൻസൂർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ SS ഷീന സ്വാഗതവും സൗഹൃദ കോർഡിനേറ്റർ പുഷ്പമണി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എളവള്ളി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 40 തരം ടെസ്റ്റുകൾക്കുള്ള സൗകര്യത്തോടെ ലബോറട്ടറി ആരംഭിച്ചു. ലബോറട്ടറിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി വർഗീസ്, PM അബു, സുരേഷ് കരുമത്തിൽ, രാജി മണികണ്ഠൻ, MP ശരത് കുമാർ, സീമ ഷാജു, ശാലി ചന്ദ്രശേഖരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ജില്ലാ ലാബ് ഓഫീസർ BC മിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS അജോഷ് തമ്പി, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് VJ ജോബി എന്നിവർ സംസാരിച്ചു. ആരോഗ്യരംഗത്ത് വൻ വികസന പദ്ധതികൾ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് ലബോറട്ടറി സജ്ജമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. കൂടാതെ നിരവധി മെഷീനുകളും ഉപകരണങ്ങളും ആരോഗ്യവകുപ്പ് സൗജന്യമായി നൽകിയിട്ടുണ്ട്. സർക്കാർ നിയമിച്ച ടെക്നീഷ്യന്റെ സേവനവും ലാബിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ലബോറട്ടറിയുടെ പ്രവർത്തന സമയം. വൈകിട്ട് 3:30 റിസൾട്ട് ലഭ്യമാകും. സാധാരണക്കാരന് താങ്ങാവുന്ന വിധം സൗജന്യ നിരക്കിലാണ് 40 ടെസ്റ്റുകളും നടത്തുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തുന്നതോടുകൂടി ലബോറട്ടറിയുടെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. CCTV ന്യൂസ്, കേച്ചേരി. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി നടന്ന ചൊവ്വന്നൂർ പഞ്ചായത്ത് തല മെഡിക്കൽ ക്യാമ്പ് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ചു. കാൻ തൃശൂർ ജില്ലാ നോഡൽ ഓഫീസർ PK രാജു വിഷയാവതരണം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് ഷാഫി, രജിത ഷിബു എന്നിവർ മുഖ്യാതിഥികളായി. സ്ഥിരം സമിതി അധ്യക്ഷരായ രത്നകുമാരി, ബിന്ദുമോൾ, CK ജോൺ, ചൊവ്വന്നൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മെറിൻ T ജെറോം, പഴഞ്ഞി ഹെൽത്ത് സൂപ്പർവൈസർ ബിജു CS, ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ,
CV അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ, പൾമണോളജി, സർജറി, ഗൈനക്കോളജി, ENT, ദന്തരോഗ വിഭാഗങ്ങളിലായി 195 പേരുടെ ക്യാൻസർ പരിശോധനയാണ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിശോധനകളും സൗജന്യമായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും തീരദേശവാസികൾക്കുമായി ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ആഷിത അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV. സുരേന്ദ്രൻ, അകലാട് അണ്ടത്തോട് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് MA. വഹാബ്, എടക്കഴിയൂർ സംഘം പ്രസിഡന്റ് സുബൈദ പാലക്കൽ എന്നിവർ സംസാരിച്ചു. ഫിഷറി അസിസ്റ്റന്റ് ഡയറക്ടർ ഹാച്ചറി അഴീക്കോട് C. സീമ സ്വാഗതവും തൃശൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD. ലിസി നന്ദിയും പറഞ്ഞു. ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ക്യാമ്പിൽ ശിശുരോഗം, ദന്തരോഗം, ഗൈനക്കോളജി, ENT, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. തലശ്ശേരിയിലെ കായിക പ്രേമികൾക്ക് ആവേശം തീർക്കാൻ സ്കൂൾ സ്റ്റേഡിയത്തിൽ അഖില കേരള ഫുട്ബോൾ മേള ഈ മാസം 21-ന് ആരംഭിക്കും. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സ്റ്റേഡിയത്തിൽ ആദ്യമായാണ് ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേള നടക്കുന്നത്. ചാലിശ്ശേരിയുടെ ചിരകാല സ്വപ്നമായിരുന്നു സ്ഥിരമായ ഫുട്ബോൾ സ്റ്റേഡിയം എന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് മന്ത്രി MB രാജേഷ് നാടിന് സ്റ്റേഡിയം സമർപ്പിച്ചത്. മൈതാനത്ത് ലഭിച്ച സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മേള നടത്തണമെന്ന നാട്ടിലെ കായിക പ്രേമികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ജനുവരി 21-ന് സഫലമാകുന്നത്. ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ മുക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 2007-ലാണ് മൈതാനം നവീകരിക്കുന്നതിനായി താൽക്കാലിക ഗ്യാലറിയിൽ ഫ്ലഡ് ലൈറ്റ് പന്തുകളി നടത്തിയിരുന്നു. മേളയുടെ ഒരുക്കത്തിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ്, പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ മുഖ്യ രക്ഷാധികാരികളായും പഞ്ചായത്ത് പ്രസിഡന്റ് AB സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, PTA പ്രസിഡന്റ് PV രജീഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TM കുഞ്ഞുകുട്ടൻ, TK സുനിൽകുമാർ, അക്ബർ ഫൈസൽ, ബ്ലോക്ക് മെമ്പർ ബാവ മാളിയേക്കൽ, ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവർ രക്ഷാധികാരികളായും ചെയർമാൻ റോബർട്ട് തമ്പി, കൺവീനർ AM നൌഷാദ്, കോർഡിനേറ്റർ AM ഇക്ബാൽ, ടെക്നിക്കൽ അഡ്വൈസർ കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ്, ട്രഷറർ TM ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 150 പേരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം സജീവമായി നടന്നുവരുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775 രൂപ, സ്വർണം പവന് 46,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചർമ്മം കടങ്ങോട് കിഴക്കുമുറി പറക്കുന്നത്ത് പ്രസാദ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പള്ളം പുണ്യതീരത്ത് നടന്നു. രമ്യ ഭാര്യയും അഭയ് സൂര്യ, അനയ് സൂര്യ എന്നിവർ മക്കളുമാണ്. തൈക്കാട് നെന്മനി പുലയമ്പാട്ട് കൃഷ്ണൻ ഭാര്യ കുഞ്ഞുകുട്ടി നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. ശശി, മോഹനൻ, മനോഹരൻ, ബാസി, പ്രസന്നൻ, മൃണാളിനി, ശോഭ, ഓമന എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി ചിറ്റാട്ടുകര പരേതനായ വരതുണ്ണി ഭാര്യ മേരി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജോൺസൺ, ഡെയ്സി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ക്രൈസ്തവർ വെളിച്ചത്തിന്റെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254-ാം കമ്പടി തിരുനാളിന്റെ ഭാഗമായി കാരുണ്യ ദിനാചരണവും ദർശന തിരുനാളിന്റെ കൊടിയേറ്റവും നടന്നു. കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ ദനഹ പെരുന്നാളിന് ഒരുക്കങ്ങളായി. എരമംഗലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് വെളിയങ്കോട് നരണിപ്പുഴ സ്വദേശി 36 വയസ്സുള്ള വലിയ പറമ്പിൽ റാഷീദ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരകത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി നടത്തുന്ന പിള്ളേര് താലപ്പൊലി ശനിയാഴ്ച. ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്കും രാത്രിയും ദർശനത്തിന് നിയന്ത്രണങ്ങളുണ്ടാകും. കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. അപകട സാധ്യത ഉയർത്തി കുന്നംകുളം പട്ടാമ്പി റോഡിലെ വൺവേ റോഡ്. വലിയ കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമാകുന്നു. അധികൃതർ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം.
CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in.